ലോകം അങ്ങനെ OTTയിൽ റിലീസായിരിക്കുകയാണ്. സിനിമയിലുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ചന്ദ്രയെ പിടിക്കാൻ വരുന്ന ഇസ്താറിന്റെ ആളുകളുടെ സ്യൂട്ടിൽ ഒരു ആനയുടെ സിമ്പൽ കാണാം. പിന്നീട് മൂത്തോന്റെ ആ ഒരു ആയുധമായിട്ടുള്ള ആ വടിയിലും നമുക്ക് ആ ഒരു ആനയുടെ സിമ്പൽ കാണാം. ഇസ്താർ അവരുടെ ലോകത്തിൽ നിന്നും മൂത്തോനെ യാത്ര അയക്കുന്ന സമയത്ത് അവിടെ കുറെ ആനകളുടെ കൂട്ടങ്ങളെയും കാണാം. ചന്ദ്ര ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്ത് കാണുന്ന പുസ്തകം ദേ ലിവ് എമംഗ് അസ് എന്നുള്ളതാണ്. ഇത് എടുത്ത് ചന്ദ്ര പ്രകാശിനെ ചെറിയൊരു ആശങ്കയോടെ നോക്കുന്നുണ്ട്. പക്ഷെ പ്രകാശ് അപ്പൊ പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് ബുക്കുകൾ വന്നിട്ടുണ്ട്, ഇതിലൊന്നും വലിയ കാര്യമില്ല, പേടിക്കാനില്ല എന്നാണ്. തങ്ങളെപ്പോലുള്ള ആളുകളുടെ ഈ ലോകത്തുള്ള എക്സിസ്റ്റൻസിനെ ചില ആളുകൾ മനസ്സിലാക്കുന്നു എന്നുള്ള ആശങ്കയോടെ ആവാം ചന്ദ്ര പ്രകാശിനെ നോക്കുന്നത്. മാത്രമല്ല ആരാണ് ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള ജോസഫ് ഡൊമിനിക് എന്നും ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊരു പെൻ നെയിം മാത്രമാണ്, റിയൽ ആയിട്ടുള്ള ആളല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആരാണ് ഈ പെൻ നെയിമിലുള്ള ആള് എന്നുള്ളത് റിവീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയുടെ മറ്റൊരു പോയിന്റിൽ സംസാരിക്കാം. അവിടെ നിന്നും സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷന്റെ മാർക്ക് ഷീറ്റും വോട്ടർ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിലുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: ചന്ദ്രയുടെ പേര് ചന്ദ്ര അനന്യ എന്നും അച്ഛന്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ണൻ കടങ്കാവിൽ എന്നും അമ്മയുടെ പേര് ദേവി കടങ്കാവിൽ എന്നുമാണെന്ന് കാണാം. അതുപോലെ തന്നെ ദേവാചാര്യ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള ഒരു സ്കൂളിന്റെ പേരിലാണ് ആ മാർക്ക് ഷീറ്റ് അടിച്ചിട്ടുള്ളത്. ചന്ദ്ര താമസിക്കുന്ന അപ്പാർട്ട്മെന്റില് റൂമിലെ ഷെൽഫിൽ കുറച്ച് ബുക്കുകൾ ഇരിക്കുന്നതായിട്ട് കാണാം. അതിൽ ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ തുടങ്ങിയ പുസ്തകങ്ങൾ കൂടാതെ വാർ ഓഫ് ദ ഗോഡ്സ്, ദ ഗോഡ് വെർ ആസ്ട്രോനട്സ്, ഇമ്പോസിബിൾ ട്രൂത്ത്സ് തുടങ്ങിയ ബുക്കുകളും കാണാൻ സാധിക്കും. സണ്ണിയുടെ സുഹൃത്തായ വേണുവിന് ആസ്ട്രോണമിയിലുള്ള താല്പര്യം ഫസ്റ്റ് സീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. വേണു കൂട്ടുകാരുടെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് ആൽഫ സെഞ്ചുറിയെ കുറിച്ചും അതിന്റെ ഡിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെയാണെന്ന് കാണാം. അവരുടെ റൂമിലെ വസ്തുക്കളും വാൾപേപ്പേഴ്സും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ബാൽക്കണിയിലുള്ള ആ ടെലിസ്കോപ്പും. ഈ സീനിൽ ചന്ദ്ര ഒരു ചുമർ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കുന്നതായിട്ട് കാണാം. അതൊരു വ്യക്തിയുടെ ചിത്രമാണെന്നും മനസ്സിലാക്കാം, എന്നാൽ മുഴുവനായി കാണിച്ചിട്ടില്ല. പിന്നീട് ചന്ദ്രയും മൈക്കിളും ഹോളി ഗ്രെയിൽ കഫേയുടെ ബേസ്മെന്റിൽ പോകുന്ന സമയത്ത് ഈ ചിത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ചന്ദ്ര നോക്കി നിന്ന ആ ഫോട്ടോയിലുള്ള വ്യക്തി എന്ന് പറയുന്നത് കടമറ്റത്ത് കത്തനാരാണെന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. ഇതേ സീനിലെ മറ്റ് ചിത്രങ്ങളിൽ നിന്നും ഹോളി ഗ്രെയിൽ കഫേ ലോകത്ത് മറ്റ് പല ഭാഗത്തുണ്ടെന്ന് വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. ആംസ്റ്റർഡാം, റഷ്യ തുടങ്ങിയ മറ്റു പല സ്ഥലങ്ങളിലുള്ള കഫേയുടെ ചിത്രങ്ങളും ചുമർ ചിത്രങ്ങളായിട്ട് അവിടെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണാം. ഹോളി ഗ്രെയിൽ കഫേയിൽ സണ്ണിയുടെയും കൂട്ടുകാരുടെയും പുറകിലെ ടേബിളിൽ ഉള്ള വ്യക്തിയെയാണ് തൊട്ടടുത്ത സീനിൽ ഓർഗൻ മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നത്. നാച്ചിയപ്പയുടെ വീട് കാണിക്കുന്ന സമയത്ത് വീടിന് തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു കട്ടൗട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അത് കന്നഡ ആക്ടറായിട്ടുള്ള പുനീത് രാജ്കുമാറിൻ്റെതാണ്. നാച്ചിയപ്പയുടെ ഇൻട്രോ സീനിലും അതുപോലെ തന്നെ വീട്ടിലുള്ള സീനിലും ഒക്കെ പുള്ളിയുടെ നിലപാടുകളും ആശയങ്ങളും സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്ന രീതിയും ഒക്കെ വെച്ചിട്ട് പുള്ളി ഒരു പക്ക മേൽ ഷോവനിസ്റ്റ് ആണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല മറ്റൊരു സീനിൽ പുള്ളിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പൊളിയായിട്ടുള്ള പോലീസ് ഓഫീസർ പറയുന്നുണ്ട് പുള്ളി ഒരു പക്ക ടീ ടോട്ടലറാണ്, ചായ പോലും കുടിക്കാത്ത വ്യക്തിയാണ് എന്നുള്ളത്. അത്തരത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ആയതുകൊണ്ടാണ് നീലിയുടെ ബൈറ്റ് ഏറ്റിട്ട് പോലും പുള്ളി മരണപ്പെടാതെ കഴിവുകളൊക്കെ കിട്ടിയത്. അതായത് ആ വൈറസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയിൽ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ഓർഗൻ മാഫിയയുടെ കയ്യിൽ നിന്ന് നാച്ചിയപ്പയും നാച്ചിയപ്പയുടെ കയ്യിൽ നിന്നും ലേഡി പോലീസ് ഓഫീസറും വെളുത്ത സാരി എടുത്ത ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അടുത്ത സീനിൽ ഇവരെല്ലാം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെയും അവർ ട്രാപ്പിലാക്കിയിട്ടുണ്ടാവും, മേ ബി കൊന്നിട്ടുണ്ടാവാം. നൈജിലിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് സണ്ണിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ചന്ദ്ര വെള്ള വസ്ത്രം ധരിച്ചാണ് വരുന്നത്. പൊതുവെ നമ്മുടെ മിത്തോളജി സ്റ്റോറീസിലൊക്കെ യക്ഷികൾക്ക് വെള്ള വസ്ത്രമാണല്ലോ കൊടുക്കുന്നത്. ഇതിൽ ചന്ദ്ര ഒരു യക്ഷിയാണ് എന്നുള്ളത് ഫോർഷാഡോ ചെയ്ത് കാണിക്കുന്നുണ്ട്. മാത്രമല്ല സണ്ണി അനുവാദം കൊടുക്കുമ്പോൾ മാത്രമാണ് നീലിയായ ചന്ദ്ര അകത്ത് കയറുന്നത്. ഇത് വാമ്പയേഴ്സിന്റെ ഒരു ബേസിക് ട്രൈറ്റ് ആണ്. അവർ അനുവാദം കിട്ടിയാൽ മാത്രമേ ഒരു വീടിനകത്തോട്ട് കയറുകയുള്ളൂ. നൈജിലിനെ മിസ്സിംഗ് ആയതിനു ശേഷം രണ്ടാമത്തെ തവണ ചന്ദ്ര സണ്ണിയുടെ അപ്പാർട്ട്മെന്റിൽ വരുന്ന സമയത്ത് വേണു കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് 1984 കടമറ്റത്തച്ഛൻ എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ ശ്രീവിദ്യ അഭിനയിച്ച യക്ഷിയുടെ ഒരു സീനാണ് കാണിക്കുന്നത്. യക്ഷിയിൽ നിന്നും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് രൂപം മാറുകയും ഒരു വ്യക്തിയെ ട്രാപ്പിലാക്കുകയും ചെയ്യുന്ന സീനാണത്. അതേ സമയത്ത് തന്നെയാണ് ചന്ദ്ര അവരുടെ അപ്പാർട്ട്മെന്റിലോട്ട് കടന്നു വരുന്നതും. അതിനുശേഷം ചന്ദ്രയെ സണ്ണി ഫോളോ ചെയ്യുന്നുണ്ട്. ചന്ദ്ര ഒരു യക്ഷിയാണ് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. സണ്ണി ചന്ദ്രയെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പൂ പൂത്തു നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതാണ് ആൽസ്റ്റോണിയ സ്കൊളാരിസിസ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ പാല. യക്ഷി വരുന്ന സമയമല്ലേ, പാല പൂക്കും, സ്വാഭാവികം. വിജയരാഘവന്റെ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന കഥാപാത്രം തന്റെ കൊച്ചുമകൾക്ക് എങ്ങനെയാണ് നീലിക്ക് കഴിവുകൾ കിട്ടിയത് എന്നുള്ള, അല്ലെങ്കിൽ നീലിയുടെ ഒറിജിൻ സ്റ്റോറി പറയുന്ന സമയത്ത് ആ കുഞ്ഞു നീലിയെ കാണിക്കുന്ന സമയത്ത് കുഞ്ഞു നീലിയുടെ കയ്യിലും ഈ പാലപ്പൂ മണത്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നീലിക്ക് ഈ ശക്തികൾ മുഴുവൻ ലഭിക്കുന്നത് ആ ഗുഹയ്ക്കുള്ളിൽ നിന്നാണ്. അവിടെ ഒരു തലയില്ലാത്ത അല്ലെങ്കിൽ തല മുറിക്കപ്പെട്ട ഒരു പ്രതിമ കാണാം. അത് ഇഷ്താറിന്റെയോ അല്ലെങ്കിൽ ഇഷ്താറിന്റെ മദറായിട്ടുള്ള നിഗേലിന്റെയോ പ്രതിമയാവാം. ഈ സീനില് സുന്ദർ ഈ കാലില്ലാത്ത നായയെ കൊല്ലാതെ കുരയ്ക്കുന്ന മറ്റേ നായയെ
മാത്രമാണ് കൊല്ലുന്നുള്ളൂ. അതിനുള്ള റീസൺ ഈ നായ ചിലപ്പോൾ സുന്ദർ കാണുന്നുണ്ടാവില്ലായിരിക്കാം, ചന്ദ്ര മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ, ചന്ദ്രയുടെ പേഴ്സ്പെക്റ്റീവിൽ നമ്മളും. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായ എന്ന് പറയുന്നത് ചാർലി ആയിട്ടുള്ള ദുൽഖറിന്റെ കൂടെ നടക്കുന്ന ഒരു നായയാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവിടെ നീലിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർലി വന്നിട്ടുണ്ടാവാം. അത്തരത്തിൽ ചാർലിയുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു നായയെ കാണിച്ചിട്ടുണ്ടാവുക. ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന വിജയരാഘവന്റെ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് കൊച്ചുമോള് ചോദിക്കുന്നുണ്ട് മുത്തച്ഛൻ എങ്ങനെയാണ് ഈ കഥകളൊക്കെ അറിയാവുന്നത് എന്നുള്ളത്. അപ്പൊ പുള്ളി പറയുന്നത് ഒരു പള്ളിയിലച്ഛൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്, അതിലെല്ലാം പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ പള്ളിയിലച്ഛൻ എന്ന് പറയുന്നത് നീലിയെ തളയ്ക്കാൻ വന്ന കടമറ്റത്ത് കത്തനാരാണ്. കത്തനാർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് എങ്ങനെയൊക്കെയോ പുള്ളിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ആദ്യം ചന്ദ്രയ്ക്ക് ലഭിക്കുന്ന ദേ ലിവ് എമംഗ് അസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജോസഫ് ഡൊമിനിക് എന്ന് പറയുന്ന പെൻ നെയിമിൽ എഴുതിയിട്ടുള്ളത് വിജയരാഘവന്റെ കഥാപാത്രമായിട്ടുള്ള വർഗീസ് കുര്യൻ ആണെന്ന് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. നീലി ഇമ്മോർട്ടൽ ആണ് എന്നുള്ളത് മുത്തച്ഛൻ പറയുമ്പോൾ നിരാശയായിട്ടാണ് ആ കൊച്ചുമോൾ ചോദിക്കുന്നത് നീലി ലക്കിയാണല്ലോ എന്നുള്ളത്. അതായത് ആ കുട്ടി ലക്കിയല്ല, പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെ കുട്ടിക്ക് വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖമുള്ളതായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. ഈ കുട്ടിക്ക് എന്തെങ്കിലും മരുന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കണം പിന്നീട് നാച്ചിയപ്പയുടെ ബ്ലഡ് എടുത്തുകൊണ്ട് വിജയരാഘവന്റെ കഥാപാത്രം പോകുന്നത്. ചന്ദ്ര വായിച്ചുകൊണ്ടിരിക്കുന്ന ദേ ലിവ് എമംഗ് അസ് എന്ന് പറയുന്ന ബുക്കിന്റെ ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നസ്ലിന്റെ രൂപസാദൃശ്യമുള്ള ഒരു ഫോട്ടോ ആണെന്ന് കാണാം. ചന്ദ്രയ്ക്ക് 20 വർഷത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ലെന്നും നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണെന്നും അതിനു മുൻപ് സണ്ണിയോട് പറയുന്നുണ്ട്. അപ്പൊ നസ്ലിന്റെ മുൻ ജന്മത്തിലോ അല്ലെങ്കിൽ മറ്റോ ഇവർ പരസ്പരം കാമുകന്മാരായിട്ട് ജീവിച്ചിരുന്നിരിക്കണം. പിന്നീട് ഹോളി ഗ്രെയിൽ കഫേയുടെ ബേസ്മെന്റിൽ വെച്ച് ചന്ദ്ര സണ്ണിയോട് പറയുന്നുണ്ട് അത് തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും ഇത് 1905 നടന്നിട്ടുള്ള കാര്യമാണെന്നും ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ കയ്യിൽ നിന്നും തന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ വെടിയേറ്റ് അവൻ മരിച്ചതായിട്ടും പറയുന്നുണ്ട്. ഇവിടെ വേണു വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയിട്ടുള്ള യക്ഷി എന്ന് പറയുന്ന നോവലാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. സണ്ണി ചന്ദ്ര ആക്രമിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമാണ്, റിയൽ അല്ല എന്ന് മുൻകൂട്ടി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേക്കപ്പ് എന്ന് എഴുതിയിട്ടുള്ള ഒരു വാൾ പെയിന്റ് കാണാം. ഇത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ നീലി കുട്ടിയായിരിക്കുമ്പോൾ അവർ ആരാധിച്ചിരുന്ന ആ ദൈവം അത് ഇപ്പോഴും നശിക്കാതെ അവർ ആരാധിച്ച് സംരക്ഷിച്ചു പോരുന്നുണ്ട്. മാത്രമല്ല അവിടെ മൊത്തം ഒരു ചേരി പ്രദേശമാണെന്ന് കാണാം. അന്നും അവർ അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിരുന്നു, ഇന്നും അവർ അൺപ്രിവിലേജ്ഡ് ആയിട്ട് തുടരുന്ന ആളുകളാണ് എന്നുള്ളത് ഇതിലൂടെ കാണിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷവും നോ ചേഞ്ച് എന്നുള്ള രീതിയിൽ. സണ്ണിക്ക് അബദ്ധത്തിൽ വെടിയേറ്റതിന് ശേഷം ചന്ദ്ര സണ്ണിയെയും വേണുവിനെയും നൈജിലിനെയും കൊണ്ട് പോകുന്നത് മൈക്കിൾ ഹെൽത്ത് സെന്ററിലേക്കാണ്. അവിടെ പലയിടത്തായി ഈ ഒരു മാജിക് ഷോയുടെ പരസ്യം നോട്ടീസായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ സെയിം പരസ്യം തന്നെ ചന്ദ്രയുടെ ഇൻട്രൊഡക്ഷൻ സീനിൽ റെയിൽവേ സ്റ്റേഷനിലെ വലിയ സ്ക്രീനിലും കാണാം. ദ മൂൺ വാക്കർ മാജിക് കമ്പനി നടത്തുന്ന പോപ്പ് എന്ന് പറയുന്ന ഒരു മാജിക് ഷോ ആണ് അത് എന്നാണ് നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇത് ആര് നടത്തുന്ന ഒരു മാജിക് ഷോ ആണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക. ഹോളി ഗ്രെയിൽ കഫേയുടെ ബേസ്മെന്റിൽ പോകുമ്പോൾ കടമറ്റത്ത് കത്താനയുടെ പിൻതലമുറക്കാരനും ഹോളി ഗ്രെയിൽ കഫേയുടെ ഓണറുമായിട്ടുള്ള ജോണി ഒരു താക്കോൽ കൂട്ടത്തിൽ നിന്നും നീലിയുടെ കീ മാത്രം എടുത്തു കൊടുക്കുന്നുണ്ട്. അതിൽ ബാക്കി ഒരുപാട് കീകൾ കാണാം. സോ കത്തനാര് തളച്ച പലരും ആ ബേസ്മെന്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചന്ദ്രയെ ഓർഗൻ ട്രാഫിക് സംഘം ആക്രമിക്കുന്ന സമയത്ത് അവിടെ കണ്ട ഒരു കാലില്ലാത്ത നായ ചാർലിയുടെ കൂടെ ഉള്ളതാണെന്ന് കാണാം. ഈ ഫൈറ്റിന് ശേഷമാണ് ചന്ദ്രയും മൈക്കിളും മറ്റുള്ളവരും ഹോളി ഗ്രെയിൽ കഫേയുടെ ബേസ്മെന്റിലോട്ട് വരുന്നതെന്ന് മനസ്സിലാക്കാം. ആ ഫൈറ്റിന്റെ അവശേഷിപ്പുകൾ കാണാം. അതിനുശേഷം അവിടെ റെസ്റ്റ് എടുക്കുന്ന ചാർലിയെയും കാണാം. ചാത്തനായിട്ടുള്ള മൈക്കിള് വാറ്റുചാരായം കുടിക്കുന്നതും കീ ചെയിനിലെ ചാത്തന്റെ സിമ്പലും ഒക്കെ കാണാം. പിന്നെ സണ്ണിയോടും ഫ്രണ്ട്സിനോടും ഐ എം എ ഗോഡ് ഡ്യൂഡ് എന്നും പറയുന്നുണ്ട്. അതായത് നമ്മുടെ മിത്തുകൾ പ്രകാരം പ്രതിഷ്ഠയുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ആരാധനാ സങ്കല്പമാണ് ചാത്തന്മാർ എന്ന് പറയുന്നത്. സിനിമയുടെ ടൈലന്റ് സീനിൽ മൈക്കിളിനെ കണ്ടെത്തിയത് ഒരു വൈറലായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ മൈക്കിൾ ഷൂലേസ് കൈ യൂസ് ചെയ്യാതെ കാലുകൊണ്ട് കെട്ടുന്ന ട്രിക്കാണ് ചെയ്യുന്നത്. ഇത് വളരെ മുൻപ് സിനിമയുടെ തുടക്കത്തിൽ സണ്ണിയും ഫ്രണ്ട്സും ഹോളി ഗ്രെയിൽ കഫേയിൽ നിന്നും രാത്രി മടങ്ങി വരുമ്പോൾ സണ്ണി ഇത്തരത്തിൽ ഷൂലേസ് കൈ യൂസ് ചെയ്യാതെ കെട്ടാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. വേണു ചോദിക്കുമ്പോൾ MG റോഡിൽ ഒരു സ്ട്രീറ്റ് മജീഷ്യൻ ഇത്തരത്തിൽ ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. സോ ആ സ്ട്രീറ്റ് മജീഷ്യൻ മൈക്കിൾ ആണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നീലിയെ കത്തനാർ തളയ്ക്കുന്നത് ഹോളി ഗ്രെയിൽ കഫേയുടെ ബേസ്മെന്റിലാണ് എന്ന് മനസ്സിലാക്കാം. അവിടെ വെച്ച് ചാത്തനെയും വേറെ ഒരാളെ കൂടി തളയ്ക്കാൻ നീലിയുടെ സഹായം ആവശ്യപ്പെടുകയും അതിനു മുൻപ് മൂത്തോനെ ചെന്ന് കാണണം എന്ന് പറഞ്ഞ് കത്തനാര് നോക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ഒരു ഫോട്ടോയും അതിനടുത്ത് വെച്ചിരിക്കുന്ന മൂത്തോന്റെ ആ വടിയുമാണ്. ഏലിയൻ ആയിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി നന്മകൾ ചെയ്തിട്ടുള്ള അന്യഗ്രഹത്തിൽ നിന്നും വന്നിട്ടുള്ള മൂത്തോനായിരിക്കാം മേ ബി യേശു ക്രിസ്തു. കാരണം ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡൊമിനിക് അരുൺ ലോക ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ദ മാൻ ഫ്രം ദ എർത്ത് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് മൂവിയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയിൽ ഇതേപോലെ നായക കഥാപാത്രം ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയെ അതിൽ യേശു ക്രിസ്തു ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മേ ബി ഇനി വരും പാട്ടുകളിൽ മൂത്തോൻ ചിലപ്പോൾ മേ ബി യേശു ക്രിസ്തു ആവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്.